അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31 ശനിയാഴ്ച. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടാകരുതെന്ന് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടലുകളടക്കം ഏറ്റെടുത്ത് സൌകര്യമൊരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അറിയിക്കണം. ഇക്കാര്യത്തിൽ ശക്തമായ നടപടികളുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. റഷ്യയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ മലയാളികളെ തിരികെ എത്തിക്കണമെന്നും റഷ്യ ഉക്രൈൻ അതിർത്തിയിലെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രന്റെ ഭൌതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന് കത്തയച്ചു. എത്രയും വേഗം ഭൌതിക ശരീരം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇനി ജലസേചന വകുപ്പിന്റെ അധിക ചുമതല കൂടി വഹിക്കും. ഡോക്ടർ വീണ N മാധവന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല. വാട്ടർ അതോറിറ്റി MD-ആയി ജീവൻ ബാബു നിയമിതനായി. വിനയ് ഗോയൽ ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറാകും. സഹകരണ വകുപ്പ് രജിസ്ട്രാർ D സജിത് ബാബു ആയിരിക്കും. K ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പ് ഡയറക്ടറാവും. ശ്രീറാം വെങ്കിട്ടരാമന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അധിക ചുമതല നൽകി. PRD ഡയറക്ടറായി TV സുഭാഷിനെ നിയമിച്ചു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തീരത്തെത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന 4ാമത്തെ കപ്പലാണ് ഇത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ MSCയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ കൂടിയാണ് ഇത്. നെഹ്റു ട്രോഫി വള്ളംകളി റദ്ദാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച KC വേണുഗോപാൽ MP. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത്. പിന്നീട് നടത്താമെന്നായിരുന്നു ധാരണ. ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. നടൻ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. ഉച്ചയ്ക്ക് 12-ന് കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഇതാദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നത്. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ താൻ നിരാശനാണെന്നും എന്നാൽ തന്റെ സ്വന്തം സംസ്ഥാനം ഈ മീറ്റു തരംഗത്തിന് തുടക്കം കുറിച്ചതിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ത്യൻ സമൂഹത്തിലെ മൊത്തത്തിലുള്ള മനോഭാവം മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ലിംഗസമത്വത്തിനായുള്ള യഥാർത്ഥ പോരാട്ടം ഇന്ത്യൻ സമൂഹത്തിന്റെ അപജയം തിരുത്തുന്നതിലാണെന്നും അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് 5 വർഷമായി പുറത്തുവിടാതെ തടഞ്ഞുവച്ചത് ക്ഷമിക്കാനാവില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് നടൻ ലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉടലെടുത്ത സംഭവങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നടൻ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നതെന്നാണ് നടന്മാർക്കെതിരായ ലൈംഗികാരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ലാൽ പ്രതികരിച്ചത്. വടകര ചേറോട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മുത്തശ്ശി മരിക്കുകയും കൊച്ചുമകൾ അബോധാവസ്ഥയിലാകുകയും ചെയ്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ഫെബ്രുവരി 17-ന് അപകടം നടന്ന 6 മാസം പിന്നിട്ടിട്ടും ഇരുവരെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്താത്തതിനെ തുടർന്നാണ് കമ്മീഷന്റെ നടപടി. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് 4 ആഴ്ചയ്ക്കകം ഹാജരാക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. വടകരയിൽ 9 വയസ്സുകാരി ഇടിച്ചു വീഴ്ത്തി കോമ സ്റ്റേജിലാക്കിയ വാഹനാപകട സംഭവത്തിൽ ഇടപെട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് കുട്ടിയെ സന്ദർശിച്ചു. കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുമെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചു. വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്ന വിധം നിയമ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി MP രാജേഷ് അറിയിച്ചു. ആവശ്യക്കാർക്ക് വീഡിയോ കോൺഫറൻസ് വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചട്ട ഭേദഗതി കൊണ്ടുവരാൻ തദ്ദേശ അദാലത്തിൽ മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ പരാതിയിൽ അധ്യാപകനായ റിബേഷ് രാമകൃഷ്ണനെതിരെ വകുപ്പ് തല അന്വേഷണം. ഇതിനായി തോടന്നൂർ AEOയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി.
बोली बोली रंग मंग लंग लाने नाने रंग मंग लंग लाने नाने रंग मंग लंग लाने नाने 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 रंग मंग लंग लाने नाने रंग मंग लंग लाने नाने नाने ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. വളരെ സ്വാഗതാർഹമായ നീക്കമാണിതെന്ന് ബിജെപി വക്താവ് സന്ദീപ് വചസ്പതി പ്രതികരിച്ചു. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല, അല്ലാതെ തന്നെയുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. നടൻ ഇടവേള ബാബുവിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയെടുപ്പും പൂർത്തിയായി. രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ കൈമാറിയെന്ന് യുവാവ് വ്യക്തമാക്കി. നടനും എംഎൽഎയുമായ മുകേഷ് പരാതിക്കാരിക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ അഭിഭാഷകന് കൈമാറി. ഇന്നലെ അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത്. അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനി കോടതിയിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകി. മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും മജിസ്ട്രേറ്റിന് മുന്നിൽ കൃത്യമായ തെളിവുകളോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതായും പരാതിക്കാരിയായ നടി എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. മുകേഷിന്റെ രാജി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. വിഷയം ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും. മുകേഷ് എംഎൽഎ 2 ദിവസത്തിനുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ കെ അജിത. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതു സർക്കാർ സ്വീകരിക്കരുതെന്നും ഇതുവരെയുള്ള നല്ല ചില പ്രവർത്തനങ്ങൾ മുഴുവനും ഇല്ലാതാക്കുന്നതാണ് മുകേഷിനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാടെന്നും അജിത വിമർശിച്ചു. 8 വർഷത്തെ വാർഷിക വരിസംഖ്യ അടയ്ക്കാതിരുന്നതിനാൽ സംവിധായകൻ ആഷിഖ് അബുവിന് നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നുവെന്ന് ഫെഫ്ക ഡയറക്ടറേറ്റ് യൂണിയൻ. കുടിശ്ശികയായിരുന്ന 5000 രൂപ ഈ മാസം 12-നാണ് അടച്ചതെന്നും അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെ രാജിവാർത്ത പ്രചരിച്ചത് വിചിത്രമാണെന്നും ഫെഫ്ക വ്യക്തമാക്കി. അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് തടഞ്ഞ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയുടെ പരാതിയിൽ സെപ്റ്റംബർ 3 വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. മുകേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി. ജഡ്ജി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണെന്നും മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നായി മത്സരിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെ പീഡന പരാതി. മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ CPM നേതൃത്വമെന്ന് അതിജീവിത പ്രതികരിച്ചു. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. വധശ്രമ കേസിൽ കൊട്ടേഷൻ പ്രതി അർജുൻ ആയങ്കിക്ക് 5 വർഷം തടവ് ശിക്ഷ. 2017 കണ്ണൂർ അഴീക്കോട് BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 7 CPM പ്രവർത്തകരെയും ശിക്ഷിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. വടക്ക് കിഴക്കൻ അറബിക്കടലിൽ കച്ചിനും പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. അതിതീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തിയാർജിച്ച ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കൂട്ടനടപടി. സംഭവം നടന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ 9 പേരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി. 7 നഴ്സുമാരെയും 1 നഴ്സിംഗ് അസിസ്റ്റന്റിനെയും 1 ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയുമാണ് സ്ഥലം മാറ്റിയത്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഓപ്പറേഷൻ താമരയിലൂടെ കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. എന്നാൽ പണം കൊണ്ട് കോൺഗ്രസ് MLA-മാരെ വശീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാരിനെ അട്ടിമറിക്കുന്നത് എളുപ്പമുള്ള കാര്യമാവില്ലെന്നും സിദ്ധരാമയ്യ ഓർമ്മിപ്പിച്ചു. അനാച്ഛാദനം ചെയ്ത് 8 മാസം തികയും മുന്നേ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം. ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണതിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.
മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ മാപ്പ് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നു. സംഭവത്തിൽ താൻ തലകുനിച്ച് മാപ്പ് തേടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ വാർഡ് 1 തുറമുഖ പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിലാണ് പ്രധാനമന്ത്രിയുടെ മാപ്പപേക്ഷ. ബിജെപിയിൽ ചേർന്ന ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ചമ്പൈ സോറനെ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചാരന്മാരെ നിയോഗിച്ചിരുന്നുവെന്ന ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 6 വർഷത്തോളം ചമ്പൈ സോറൻ നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഹിമന്ത ശർമ്മ ആരോപിച്ചു. സിഖ് വിരുദ്ധ കലാപത്തിനിടെ പുൽബംഗേഷ് ഗുരുദ്വാരയിൽ 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈലറിനെതിരെ കുരുക്കുമുറുകുന്നു. കൊലപാതകം, കലാപമുണ്ടാക്കാനുള്ള പ്രകോപനം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്താൻ ഡൽഹി കോടതി നിർദ്ദേശം നൽകി. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് അവസാനം കാണാനായി കർശന നിയമം വേണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും കത്തയച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആദ്യ കത്തിന് മറുപടിയില്ലാത്തത് ചോദ്യം ചെയ്താണ് രണ്ടാമത്തെ കത്ത് അയച്ചിരിക്കുന്നത്. ആദ്യ കത്തിലൂടെ താൻ ഉന്നയിച്ച വിഷയത്തിന്റെ ഗൌരവം പ്രധാനമന്ത്രി പരിഗണിച്ചില്ലെന്നതടക്കമുള്ള വിമർശനങ്ങൾ മമത ഉന്നയിച്ചിട്ടുണ്ട്. തുടർച്ചയായ 2ാം പാരാലിമ്പിക്കിലും സ്വർണ്ണ മെഡൽ നേട്ടവുമായി ഇന്ത്യൻ ഷൂട്ടർ അവനി ലേഖ്ര. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH1 ഇനത്തിലാണ് അവനി സ്വർണം നേടിയത്. കഴിഞ്ഞ തവണ ടോക്കിയോയിലും ഇതേ ഇനത്തിൽ അവനി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.